പ്രമുഖ ചലച്ചിത്ര നടി കൂടിയായിട്ടുള്ള ഹണി റോസിനെതിരെ നിരന്തരമായി സൈബർ ഇടങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുന്ന മോശം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി പിന്നാലെ നടന്ന അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റാരെയും കുറിച്ചല്ല, ബോബി ചെമ്മണ്ണൂർ എന്നറിയപ്പെടുന്ന ബോച്ചെ മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും ഒക്കെ തന്നെ കിട്ടുന്ന അവസരങ്ങളിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി ഏറ്റവും ഒടുവിൽ നടിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടിക്കെതിരെ വളരെ മോശകരമായ കമൻറ്റുകൾ പറയുന്നതിന് ഏറ്റവും ഒടുവിൽ തടയിടുകയാണ് ഹണി റോസ്. ഇനി ഒരു വാക്ക് ശബ്ദിച്ചാൽ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പാണ്, താക്കീതാണ് ഹണി റോസ് നൽകിയിരിക്കുന്നത്. ആദ്യം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ കൃത്യമായൊരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുകയാണ് ഹണി റോസും. അതിന്റെ ശബ്ദ ശകലമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. 10-20 വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും. അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെയും എന്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനവുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മളെ പേര് പലയിടത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. ഇത് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു, ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മളത് പറഞ്ഞിട്ടില്ല ഇതുവരെയും. അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസൺ. ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും, പക്ഷേ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നും ഹണി റോസ് പറയുകയാണ്. തനിക്ക് മറ്റാരുടെയും അശ്ലീല വാക്കുകളും കമൻറ്റുകളും കേൾക്കേണ്ട കാര്യമില്ല. താൻ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത സമയത്തായിരുന്നു ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് തന്നെ അപമാനിച്ചത്. അന്ന് ആ സമയത്ത് അത് വ്യക്തമായി മനസ്സിലാകാത്തത് കൊണ്ട് തക്ക സമയത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അത് വിട്ടുകളഞ്ഞു. എന്നിട്ടും തൻ്റെ പിറകെ നടന്നുകൊണ്ട് പല വേദികളിലും തൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ പ്രയോഗം, ഈ അപമാനം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ആ വ്യക്തിയുടെ സ്ഥാപനത്തിൻ്റെ യാതൊരുവിധ ചടങ്ങിലും പങ്കെടുക്കില്ല എന്ന് ഉറച്ചു തന്നെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ പ്രതികാര മനോഭാവം എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ തൻ്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമൻറ്റുകൾ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി വീണ്ടും വൈറലാകാനായി ഏത് വൃത്തികെട്ടറ്റം വരെയും പോകുന്നതായും ഹണി റോസ് കുറിപ്പിലൂടെ തന്നെ പറയുന്നുണ്ട്.